ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ ഗൈഡൻസ് ആൻഡ് കൌൺസിലിംഗ് IAGC ഓഫീസിൽ ഗ്ലോബൽ സുപ്രീം കൌൺസിൽ യോഗം നടത്തി. മലപ്പുറം IAGC ഓഫീസിൽ വെച്ച് 2025 ഓഗസ്റ്റ് 3-ന് IAGC ഓവർസീസ് ഒഫീഷ്യൽസിനെ IAGC ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ക്ഷണിച്ചുകൊണ്ടായിരുന്നു യോഗം സംഘടിപ്പിച്ചത്. യോഗത്തിൽ വിവിധ പ്രമുഖ IAGC നേതാക്കൾ പങ്കെടുത്തു. സംഘടനയുടെ ചെയർമാൻ ഡോക്ടർ VBM റിയാസ്, ഓവർസീസ് പാട്രൺ ഡോക്ടർ ഹംസ, ഓവർസീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നാസിയ കുന്നുമ്മൽ, ജനറൽ സെക്രട്ടറി മുംതാസ് മഹദി എന്നിവർ സജീവ പങ്കാളികളായി. മാനസികാരോഗ്യവും മാർഗനിർദ്ദേശ പ്രവർത്തനങ്ങളും ആഗോളതലത്തിൽ ശക്തിപ്പെടുത്തുന്ന ലക്ഷ്യത്തോടെയായിരുന്നു യോഗം ചേർന്നത്. യോഗത്തിൽ IAGC ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഭാഗമായി ഗ്ലോബൽ സമ്മിറ്റ് സംഘടിപ്പിക്കുക, മനസ്വസ്തി മാഗസിൻ പുറത്തിറക്കുന്നതിനായുള്ള നടപടികൾ ആരംഭിക്കുക, നിലവിലുള്ള ഓവർസീസ് കരാർ പുതുക്കുക, കൂടാതെ മെന്റൽ ഹെൽത്ത് ഫെസിലിറ്റേറ്റർ കോഴ്സിന്റെ 3ാമത്തെ ബാച്ച് ഈ മാസം അതായത് ഓഗസ്റ്റിൽ ആരംഭിക്കാനും കോഴ്സ് ഓവർസീസിലോട്ട് എക്സ്പാൻഡ് ചെയ്യാനും ഇന്റർനാഷണൽ ഫാക്കൽറ്റീസിനെ ഇതിലേക്ക് കൊണ്ടുവരാനും തീരുമാനിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കുടുംബശ്രീയുടെ സ്നേഹിത പദ്ധതിയുടെ ഭാഗമായി സംഘടന ഇടപെടലുകൾ നടത്താനും സ്കൂൾ അവധിയുടെ സമയമാറ്റം സംബന്ധിച്ച് പഠനം നടത്തി വ്യക്തമായ തീരുമാനമെടുക്കാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം സമർപ്പിക്കാനും തീരുമാനിച്ചു. സംഘടനയുടെ പദവിക്രമം അനുസരിച്ച് ഉത്തരവാദിത്ത ക്രമം അംഗീകരിച്ചു. സെക്രട്ടറിയിൽ നിന്നും ഓർഗനൈസിംഗ് സെക്രട്ടറി അല്ലെങ്കിൽ സോണൽ സെക്രട്ടറി, അവരിൽ നിന്നും സോണൽ കോർഡിനേറ്റേഴ്സിലേക്കായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ പുതിയ ഉത്തരവാദിത്ത ക്രമം പ്രകാരമായിരിക്കും ഇനി മുതൽ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത്. IAGCയുടെ ആഗോള പ്രവർത്തനങ്ങൾക്ക് ദിശയും ദൌത്യവും പുതിയ മാർഗരേഖകളും രൂപപ്പെടുത്താനും രാജ്യതലങ്ങളിലും വിദേശ ചാപ്റ്ററുകളിലുമുള്ള കൌൺസിലിംഗ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ട്രെയിനിംഗ്, മെന്റർഷിപ്പ്, സൈക്കോളജിക്കൽ സർവീസ് പ്രൊവൈഡിംഗ് എന്നിവയിൽ നിലവിലുള്ള അന്താരാഷ്ട്ര കണക്ഷനുകൾ ശക്തിപ്പെടുത്താനും തീരുമാനിച്ചു. ഈ ഉന്നതതല യോഗം ഭാവിയിലെ IAGC പദ്ധതികൾക്ക് ആത്മവിശ്വാസം നൽകിയതും ആഗോളതലത്തിൽ മാനസികാരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ശക്തമായി ഉയർത്തിച്ചൊല്ലിയതുമാണ്. യോഗത്തിൽ ഉയർന്ന മറ്റു നിർദ്ദേശങ്ങൾ ഭാവിയിൽ സമാന ഇടപെടലുകൾക്കായി രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു യോഗം സമാപിച്ചത്.